അയൺമാൻ 2 ടോണി സ്റ്റാർക്ക് ജാർവിസിനെ വേക്കപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് ജാർവിസിനെ ഓൺലൈൻ ആക്കുന്ന സമയത്ത് അയൺമാന്റെ പഴയ ആർമറുകൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സീൻ വെറുതെ അങ്ങ് കണ്ടുപോകുന്നവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കണമെന്നില്ല. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഈ കാണുന്നത് ടോണി സ്റ്റാർക്ക് ആദ്യമായിട്ട് നിർമ്മിച്ച അയൺമാൻ മാർക്ക് 1 എന്ന സ്യൂട്ടാണ്. ടെററിസ്റ്റുകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കേബിൾ വെച്ച് ടോണി സ്റ്റാർക്ക് വെറും സ്ക്രാപ്പ് മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ചതാണ് അയൺമാൻ മാർക്ക് 1 സ്യൂട്ട്. ആ കാരണം കൊണ്ട് തന്നെ അയൺമാൻ മാർക്ക് 1 സ്യൂട്ടിന് ടോണി സ്റ്റാർക്ക് കൊടുത്തേക്കുന്ന ലേബല് റീകൺസ്ട്രക്ഷൻ എന്നാണ്. അയൺമാൻ മാർക്ക് 2 എന്ന സ്യൂട്ടിന് ടോണി സ്റ്റാർക്ക് നൽകിയേക്കുന്ന ലേബല് പ്രോട്ടോടൈപ്പ് എന്നാണ്. അതായത് ടോണി സ്റ്റാർക്ക് ഇനി നിർമ്മിക്കാൻ പോകുന്ന അയൺമാൻ സ്യൂട്ടുകളുടെ ആദ്യ മാതൃകാ രൂപം എന്നൊക്കെ അയൺമാൻ മാർക്ക് 2 എന്ന സ്യൂട്ടിനെ വിശേഷിപ്പിക്കാം. അയൺമാൻ മാർക്ക് 3 സ്യൂട്ടിന് ടോണി സ്റ്റാർക്ക് നൽകിയേക്കുന്ന ലേബല് ബാറ്റിൽ ഡാമേജ് എന്നാണ്. ഒബാഡിയ സ്റ്റെയിന്റെ അയൺ മോങ്ങറുമായിട്ട് പോരാടിയപ്പോൾ ടോണി സ്റ്റാർക്ക് ധരിച്ച സ്യൂട്ട് ആയിരുന്നു അയൺമാൻ മാർക്ക് 3 സ്യൂട്ട്. ആ പോരാട്ടത്തിൽ അയൺമാൻ മാർക്ക് 3 സ്യൂട്ടിന് നല്ല ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അയൺമാൻ മാർക്ക് 4 സ്യൂട്ടിന് ടോണി സ്റ്റാർക്ക് നൽകിയേക്കുന്ന ലേബല് അവൈറ്റിംഗ് അപ്ഗ്രേഡ് എന്നാണ്. അതായത് അയൺമാൻ മാർക്ക് 4 സ്യൂട്ടിൽ ഇനിയും അപ്ഗ്രേഡുകൾ കൊണ്ടുവരാൻ ടോണി സ്റ്റാർക്ക് തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കാൻ മാർവൽ സ്റ്റുഡിയോസിന് സാധിക്കുന്നുണ്ട്.